ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 1:4. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. വാഗ്ദത്തം എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. വാഗ്ദത്തം. ഒന്ന്, വാഗ്ദത്തം, നിത്യജീവൻ വാഗ്ദത്തം തന്നിരിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ് നിത്യജീവൻ. നിത്യജീവൻ, മരിക്കുമ്പോഴും തീരാത്തതായ നിത്യ സമാധാനത്തിൻ്റെ സ്വർഗതീരത്തെത്തുന്ന അനുഗ്രഹീതമായൊരു അനുഭവത്തെക്കുറിച്ചാണ് ആ വാഗ്ദത്തം തന്നിരിക്കുന്നത്. നിത്യജീവൻ എന്ന വാഗ്ദത്തം. രണ്ടാമത് തന്ന വാഗ്ദത്തം സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വാഗ്ദത്തം തന്നിരിക്കുന്നു. പിശാചിൽ നിന്ന് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ആരാധിപ്പാൻ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ജീവൻ കിട്ടിയാലും ആ ജീവൻ കിട്ടുന്നതിനപ്പുറത്ത് പിന്നെയും ബന്ധനങ്ങളുണ്ട്. ബന്ധനങ്ങളിൽ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. അങ്ങനെ വിവിധ ശാപങ്ങളിൽ നിന്നും പാവങ്ങളിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. സ്വാതന്ത്ര്യം. ഇത്രയും കാര്യങ്ങളിലെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ്. സ്വാതന്ത്ര്യം വാഗ്ദത്തം തന്നിരിക്കുന്നു. നിത്യജീവൻ വാഗ്ദത്തം തന്നിരിക്കുന്നു. ഇന്ന് 3-ാമത്തെ വാഗ്ദത്തം, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഐഹിക ജീവിതകാലത്ത് ഒരു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ അപ്പനോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ഇല്ലല്ലോ. മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഇല്ലല്ലോ. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഇല്ലല്ലോ. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. പരിശുദ്ധാത്മാവ് യാചിക്കുന്നവർക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവ് ലഭിക്കും. പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ നമുക്ക് പാപത്തിന്മേൽ ജയം കിട്ടുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ നമ്മുടെ ഹൃദയം തകരുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപ കൂടാതെ നമുക്ക് കുറ്റബോധം കിട്ടുകയില്ല. നമുക്ക് നമ്മെ തന്നെ കാണാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. പരിശുദ്ധാത്മാവ് വളരെ ഗൗരവമേറിയ ഒരു വസ്തുതയാണ്. ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ളതായ വസ്തുത, പരിശുദ്ധാത്മാവ്, അതൊരു മഹാസത്യമാണ്. നമുക്ക് പിതൃത്വം പരിശുദ്ധാത്മാവാൻ ദൈവം എന്നൊക്കെ അറിയാം, ത്രിയേക ദൈവം നമുക്കറിയാം. പക്ഷേ നാം ഈ പരിശുദ്ധാത്മാവ് ആരാണെന്നും എന്താണെന്നും നാം മനസ്സിലാക്കിയിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു അന്ന് നിത്യനായ പിതാവ് ഭൂമിയിലേക്ക് തന്നെ വെളിപ്പെടുത്താൻ ഇറങ്ങി വന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അക്ഷരീയമായി ഭൂമിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം, പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം മനുഷ്യരിൽ വസിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പ്രവൃത്തി ചെയ്യുന്നത്. ഓരോ മനുഷ്യനിലും വസിച്ചുകൊണ്ട്, ഓരോ മനുഷ്യനിലും ഊന്നി നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നാം നിരന്തരം ദാഹിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ളതായ ദാഹം നിരന്തരം ദാഹിക്കണം. പരിശുദ്ധാത്മാവ് എനിക്ക് വേണം. പരിശുദ്ധാത്മാവ് വന്നാൽ നമുക്ക് പാപബോധം കിട്ടും. പരിശുദ്ധാത്മാവ് വന്നാൽ നമുക്ക് ഐശ്വര്യം കിട്ടും. പരിശുദ്ധാത്മാവ് വന്നാൽ നമുക്ക് പാപം മാറിക്കിട്ടും. പരിശുദ്ധാത്മാവ് പ്രകാശമാണ്. പരിശുദ്ധാത്മാവ് ശക്തിയാണ്. ശക്തിയുടെ ആത്മാവ്. പരിശുദ്ധാത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവാണ്. ഇതെല്ലാം വചനം പറയുന്നതാണ്. വചനത്തിൽ തീമോഥെയോസിന്റെ ലേഖനത്തിൽ കാണാം. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തന്നത് ശക്തിയുടെ ആത്മാവാണ്, സുബോധത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിന് സഹായം കൂടാതെ നമുക്ക് ആത്മീയ ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആ സ്വർഗീയ സാന്നിധ്യമാണ് നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നത്. വാഗ്ദത്തമാണ്, ദൈവം തന്നിരിക്കുന്നത് വാഗ്ദത്തമാണ്. എല്ലാം പരിശുദ്ധാത്മാവിൽ കൂടെ നമുക്ക് സാധിച്ചു കിട്ടണം. രോഗസൗഖ്യം പരിശുദ്ധാത്മാവ് തരും. പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തു തരും. നിത്യനായ ദൈവം തരും. പരിശുദ്ധാത്മാവ് എന്താണെന്നോ ആരാണെന്നോ നമ്മൾ പലർക്കും അറിഞ്ഞുകൂടാ. ഒരു മനുഷ്യൻ്റെ നാവിൽ കൂടി പരിശുദ്ധാത്മാവ് സംസാരിക്കും. ക്രിസ്തുവിന് വേണ്ടി, നിത്യനായ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ നാവിൽ കൂടി പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഒരു വ്യക്തിയുടെ കയ്യിൽ കൂടി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും.
പരിശുദ്ധാത്മാവ് മനുഷ്യനിൽ കൂടി പ്രവർത്തിക്കുന്നു, മനുഷ്യനിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. നാം ആഗ്രഹിക്കണം, കർത്താവേ, എൻ്റെ ഈ ശരീരം, ദേഹവും ദേഹിയും ആത്മാവുമുള്ള എൻ്റെ ഈ ആളത്വം പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്ന്. പരിശുദ്ധാത്മാവ് വേണം. വിശ്വസിക്കൂ, സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ആഗ്രഹിക്കുകയും ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ പരിശുദ്ധാത്മാവിന് ലഭിക്കും, പരിശുദ്ധാത്മാവിന് കിട്ടും, സംശയിക്കേണ്ട. പലപ്പോഴും നാം ഈ തിരുവചനം വിശ്വസിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസം വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ആത്മാവിൻ്റെ ആ പ്രകാശം കിട്ടിക്കഴിയുമ്പോൾ, ആത്മാവിൻ്റെ ആ ശക്തി ലഭിച്ചു കഴിയുമ്പോൾ, നാം ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തതായ ആലോചനകൾ ദൈവം നമുക്ക് തരും. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ അറിവിലില്ലാത്തതായ കാര്യങ്ങൾ ദൈവാത്മാവ് നമുക്ക് തെളിയിച്ചു തരും. പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് അറിവിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ആത്മാവാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു പോയാലും നിങ്ങൾ വെറുതെ കേട്ടിരുന്ന പോരല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ളതായ ദാഹം വേണം. ഞാനിവിടെ ഇരുന്ന് വചനം പറയുമ്പോൾ വാസ്തവത്തിൽ എനിക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലെങ്കിൽ വചനം വരികയില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലെങ്കിൽ വചനം ഇറങ്ങുകയില്ല. പ്രസംഗം നടക്കും, പക്ഷേ വചനം കിട്ടുകയില്ല. ആത്മാവിൻ്റെ ശബ്ദമാണ് നമുക്ക് കേൾക്കേണ്ടത്. ആത്മാവിൻ്റെ സ്വരമാണ് നമുക്ക് കേൾക്കേണ്ടത്. ആത്മാവിൻ്റെ ശക്തിയാണ് നാം അനുഭവിക്കേണ്ടത്. ആത്മാവ് നമ്മെ തൊടുമ്പോൾ നമുക്ക് മാനസാന്തരം വരും. പരിശുദ്ധാത്മാവ് നമ്മെ തൊടുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. പരിശുദ്ധാത്മാവിൽ മാത്രമേ സ്വഭാവം മാറുകയുള്ളൂ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ തനി പ്രകൃതം നമുക്ക് മനസ്സിലാകും. ഇനി ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ എനിക്ക് ഇന്ന കാര്യത്തിൽ നേട്ടമുണ്ട്, ഇന്ന കാര്യത്തിൽ എനിക്ക് ജയമുണ്ട് എന്നൊക്കെ പറയാൻ തോന്നും. പക്ഷേ അതെല്ലാം ഭോഷ്കാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അപ്പോൾ എനിക്ക് എന്നെ തന്നെ കാണാൻ സാധിക്കും, ഞാൻ വിനയപ്പെടും. പരിശുദ്ധാത്മാവ് നമുക്ക് സ്വഭാവം തരും. പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രകൃതം മാറ്റിത്തരും. പരിശുദ്ധാത്മാവ് നമുക്ക് അഭിവൃദ്ധി തരും. ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നു, എനിക്ക് വേറൊരാൾ വചനം പറയുന്നതിന് സാക്ഷ്യം പറയുന്നു. ആ സാക്ഷ്യമാകട്ടെ വചനമാകട്ടെ അത് പറഞ്ഞു പോയിന്നുകൊണ്ട് പ്രയോജനമില്ല. ഒരു അറിവ് പറയും. പ്രസംഗിക്കുന്നുണ്ടല്ലോ, അറിവ് അറിഞ്ഞ കാര്യങ്ങൾ പറയാം, സ്വന്തം ബുദ്ധിയിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ പറയാം. പക്ഷേ അതൊന്നും ആത്മാക്കൾ തൊടുകയില്ല. പരിശുദ്ധാത്മാവിനെ തൊടണമെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളെ തൊടണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആ തീ നമ്മിൽ തൊടണം. അപ്പോഴേ മറ്റേ ആത്മാക്കളെ തൊടാൻ പറ്റുകയുള്ളൂ. മറ്റേ ആത്മാക്കളിലേക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം കിട്ടുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ തീ എന്നിലില്ലെങ്കിൽ ഞാൻ വെറുതെ ഒരു പ്രസംഗം പറഞ്ഞെന്നിരിക്കും, ബൈബിൾ ക്ലാസ് എടുത്തുനിന്നിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ തീ ഇല്ലെങ്കിൽ ആർക്കും ഒരു പ്രയോജനം കിട്ടുകയില്ല. നിങ്ങൾ വിരസരായി ഒരു മടുപ്പോടെ നിങ്ങൾ എഴുന്നേറ്റ് ഓടി വരും. അതുകൊണ്ട് വേണ്ടത് പരിശുദ്ധാത്മാവാണ്. ഇന്നല്ല, എന്നും പരിശുദ്ധാത്മാവ് വേണം. നിത്യനായ ദൈവം വാഗ്ദത്തം തന്നിരിക്കുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവ്. തൻ്റെ ആത്മാവിനെ നമുക്ക് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ കിട്ടിക്കഴിയുമ്പോഴേക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. നമുക്ക് എളിമ വരും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ശരിയായ സുബോധം കിട്ടുന്ന പോലെ തോന്നും. സുബോധം, നമ്മുടെ ഹൃദയം തകരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് കുറ്റബോധം വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് പാപബോധം വരും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം നോക്കുമ്പോൾ കാണാം. 16-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കാം. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കൊണ്ടത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. കാര്യസ്ഥൻ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. ഞാൻ പോയാൽ എൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും. ഞാൻ പോകുന്നത് നല്ലത്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന്
പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ലോകത്തിൽ ബോധം വരുത്തും. പാപത്തെക്കുറിച്ച് ബോധം വരുത്തും, നീതിയെക്കുറിച്ച് ദൈവനീതിയെക്കുറിച്ച് ബോധം വരുത്തും, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി അതാണ്. ഒരു കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. വരുന്നവർക്ക് അവരുടെ തെറ്റുകൾ ബോധം കിട്ടുന്നുണ്ടോ, പാപങ്ങൾ ബോധം കിട്ടുന്നുണ്ടോ, പാപബോധം കിട്ടുന്നുണ്ടോ, അയ്യോ ഞാൻ എന്തെല്ലാമാണ് ചെയ്തു പോയതെന്നുള്ള ചിന്ത വരുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പാപബോധം വരുന്നു, കുറ്റബോധം വരുന്നു, തകർച്ച വരുന്നു, നമ്മുടെ ഉള്ളിൽ തകരുന്നു. ദാവീദ് പാപം ചെയ്തതിന് ശേഷം 1 വർഷത്തോളം പാപബോധമില്ലാതിരുന്നു. ഹൃദയം മരവിച്ചനായിരുന്നു. കൊടിയ പാപമാണ് ദാവീദിന് വന്നത്. പക്ഷേ ദാവീദ് ഏതാണ്ട് 1 വർഷത്തോളം പാപത്തെക്കുറിച്ച് ചിന്തയില്ലാതിരുന്നു. ഒരു ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിൽ പാവമില്ലല്ലോ എന്നേ ദാവീദ് കരുതിയുള്ളൂ. പക്ഷേ ദൈവം ഹൃദയങ്ങളെ നോക്കുന്നു. ദാവീദ് ആ സ്ത്രീയുമായി അശുദ്ധമായ ബന്ധത്തിലേക്ക് പോയതും ദാവീദ് ആ സ്ത്രീയുടെ ഭർത്താവിനെ കൊല്ലിച്ചതും ഇതെല്ലാം ദൈവാത്മാവ് കണ്ടുകൊണ്ടിരുന്നു, പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് ദാവീദിന് ആ സമയത്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കുറ്റബോധം വന്ന് കരയുന്നുണ്ടോ, തകരുന്നുണ്ടോ, ഏറ്റുപറയുന്നുണ്ടോ എന്ന്. 1 വർഷത്തോളം ദൈവം കാത്തിരുന്നു. അതിനുശേഷം നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. ദൈവം പ്രവാചകനെ കൊട്ടാരത്തിലേക്ക് അയച്ചു. നാഥാൻ പ്രവാചകൻ ചെന്നു ദാവീദിനോട് സംസാരിച്ചപ്പോൾ ദാവീദിന് കുറ്റബോധം വന്നു. നാഥാൻ പ്രവാചകൻ ദൈവത്തിന് വചനം സംസാരിച്ചു, പരിശുദ്ധാത്മാവോട് സംസാരിച്ചത്. ആളുകൾ നോക്കുമ്പോൾ പ്രവാചകനെ കാണുന്നുള്ളൂ, നാഥാൻ പ്രവാചകനെ കാണുന്നുള്ളൂ. പക്ഷേ അവിടെ ആ പ്രവാചകനിൽ കൂടി സംസാരിച്ചത് പരിശുദ്ധാത്മാവാണ്. നാഥാൻ പ്രവാചകനിൽ കൂടി ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം. അങ്ങനെ നാഥാൻ പ്രവാചകനിൽ കൂടി ദാവീദിനോട് സംസാരിച്ചു. പ്രവാചകൻ സംസാരിച്ചപ്പോൾ ദാവീദിന് കുറ്റബോധം ഉണ്ടായി. പ്രവാചകൻ സംസാരിച്ചപ്പോൾ ദാവീദ് സിംഹാസനം താഴെ ഇറങ്ങിയിരുന്നു. ദാവീദ് വിതുമ്പി കരയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് വന്നാൽ നമുക്ക് കുറ്റബോധം വരികയും നാം തകരുകയും ചെയ്യും. നാം അയ്യോ ഞാൻ എന്ത് അപകടത്തിൽപ്പെട്ടുപോയി എന്നൊക്കെ മനസ്സിലാകും. അയ്യോ ഇത്രയും കാലം പാഴാക്കി കളഞ്ഞല്ലോ എന്ന് മനസ്സിലാകും. എന്നെ വളർത്തിയെടുത്ത, എന്നെ ഉയർത്തിയെടുത്ത ദൈവത്തെ ഞാൻ നിഷേധിച്ചു പോയല്ലോ എന്നൊക്കെ മനസ്സിലാകും. അയ്യോ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുതാത്തതായ കാര്യം സംഭവിച്ചു പോയല്ലോ, അയ്യോ എന്ത് വേണ്ടു എന്നറിയാതെ ഒരു നിലവിളി നമ്മുടെ ഉള്ളതിൽ നിന്ന് വരും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിലെ പാപത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരും. കഷ്ടമായി പോയല്ലോ എൻ്റെ കർത്താവേ, ഞാൻ എന്താണ് ചെയ്തു പോയത്? നീ എന്നെ ഉയർത്തി, ആട്ടിൻതൊഴുത്തിൽ നിന്ന് നീ എന്നെ വരുത്തി, ആടുനോട്ടത്തിൻ്റെ വേലയിൽ നിന്ന് എന്നെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് എന്നെ സിംഹാസനത്തിൽ ഇരുത്തി, രാജകീയ ചെങ്കോലിൻ്റെ കയ്യിൽ പിടിപ്പിച്ചു, രാജകീയ കിരീടം എന്നെ ചൂടിച്ചു, രാജകീയമായി സിംഹാസനത്തിനെ ഇരുത്തി. ഈ പദവിയെല്ലാം നീ എനിക്ക് തന്നു, നീ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. ഇത് ദാവീദിന് ബോധ്യം വരുന്നത് ദാവീദ് നാഥാൻ പ്രവാചകൻ്റെ വാക്കുകൾ കേട്ടപ്പോഴാണ്. ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 11-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. നാഥാൻ പ്രവാചകൻ വന്ന് സംസാരിച്ചു, ദാവീദിനോട് മുഖം നോക്കാൻ സംസാരിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അതാണ്. മുഖം നോക്കാൻ സംസാരിച്ചു, ഒരു മയമില്ലാതെ സംസാരിച്ചു. ദാവീദ് നല്ല രാജകീയമായി പ്രൗഢിയോടെ ഇരിക്കുകയായിരുന്നു. ഞാൻ കുഴപ്പമൊന്നുമില്ലാത്തവനെന്നുള്ള ഭാവത്തിലിരിക്കുകയായിരുന്നു. ദാവീദ് രാജാവിൻ്റെ ആ പദവിയോട് തന്നെ ഇരിക്കുകയായിരുന്നു. ദാവീദ് പണ്ടത്തെ കാര്യങ്ങളൊക്കെ മറന്നുപോയിരുന്നു. അപ്പൻ്റെ ആടുകളെ നോക്കിക്കൊണ്ടിരുന്ന കാലവും വീട്ടിൽ സഹോദരന്മാർക്കൊരു വിലയില്ലാതിരുന്ന കാലവും അതൊക്കെ ദാവീദ് മറന്നുപോയി. ആർക്കും വിലയില്ലാതിരുന്ന ദാവീദ് വിലയുള്ളനാക്കി തീർത്തത് ജീവനുള്ള ദൈവമാണെന്നുള്ള കാര്യം ദാവീദ് മറന്നുപോയി. ദാവീദിന് അഡ്രസ്സുണ്ടായി, വിലയുണ്ടായി, ദൈവം തന്നതാണെന്ന് ദാവീദ് മറന്നുപോയി. ദാവീദ് അധികാരത്തിൻ്റെ ആ ഔന്നത്യത്തിൽ നിന്നപ്പോൾ തന്നെ മറന്ന് അഹങ്കരിച്ചു പോയി. അതിൽ കൂടി പാവം വന്നു കയറി. ദൈവത്തോട് പറഞ്ഞ വാക്കുകൾ ദാവീദ് ലംഘിച്ചു പോയി. ദൈവത്തോട് ദാവീദ് പറഞ്ഞതായിരുന്നു, സങ്കീർത്തനം 55:17 ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയും, കൃത്യമായിട്ട് പ്രാർത്ഥിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നത് ദാവീദാണ്. പക്ഷേ ദാവീദ് അതെല്ലാം മറന്നുപോയി. വൈകുന്നേരമായപ്പോൾ നമുക്കറിയാം, വൈകുന്നേരമായപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ദാവീദ് കൊട്ടാരത്തിന് ഒട്ടപ്പാവിൽ കൂടി ഉലാത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങ് ദൂരെ കുളിക്കടവിലേക്ക് നോക്കിപ്പോയി. ദാവീദ് നോക്കി നിന്നുപോയി. ഫസ്റ്റ് ലുക്ക്, ആദ്യത്തെ നോട്ടത്തിൽ തെറ്റില്ല, കണ്ടു, തീർന്നു. കാണാൻ വേണ്ടി നോക്കിയാൽ പാവമായി. ദ സെക്കൻഡ് ലുക്ക് ഈസ് സിൻഫുൾ. 2-ാമത്തെ നോട്ടം പാവമാണ്. കണ്ടുപോയി. ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. ആർക്ക് ചെയ്തം?
ദാവീദ് വേഗം പ്രാർത്ഥനാ മുറിയിൽ പോയി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു, താൻ എടുത്ത തീരുമാനം പാലിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ദാവീദ് ആ കുളിക്കടവിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ആരും കാണുന്നില്ലല്ലോ. അങ്ങ് മുകളിൽ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ദൂരെ കുളിക്കടവിൽ നിന്ന് കുളിക്കുന്ന ആ സ്ത്രീയെ ദാവീദ് നോക്കിപ്പോയി. ദാവീദിൻ്റെ ഹൃദയത്തിൽ അശുദ്ധ ചിന്തകൾ ഉണർന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ തീരുമാനങ്ങൾ പാളിപ്പോയി. ദാവീദ് തെറ്റ് ചെയ്തു. ദാവീദ് പാപം ചെയ്തു. രാജാവ് എന്നുള്ള അധികാരം കൊണ്ട് ആ സ്ത്രീയെ കൊട്ടാരത്തിലേക്ക് വരുത്തി ആ സ്ത്രീയുടെ ഭർത്താവിനെ യുദ്ധസ്ഥലത്തേക്ക് അയച്ച് അവനെ യുദ്ധരംഗത്ത് തോൽക്കുന്നതിനും വെട്ടേറ്റ് മരിക്കുന്നതിനും കാരണമായ രീതിയിൽ ദാവീദ് കാര്യങ്ങളെല്ലാം ഉപായരൂപേണ എല്ലാം ശരിയാക്കിയെടുത്തു, ഒപ്പിച്ചെടുത്തു. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം വായിക്കുമ്പോൾ കാണാം. ഞാനത് നിങ്ങൾക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ വിസ്തരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നാലെല്ലാം ദൈവം കണ്ടുകൊണ്ടിരുന്നു. ദാവീദ് ചെയ്ത ദൈവത്തിന് അനിഷ്ടമായിരുന്നാണ് വേദവസ്തം പറയുന്നത്. 12-ാം അധ്യായത്തിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് തീരുമ്പോൾ ദാവീദ് ചെയ്ത ദൈവത്തിന് അനിഷ്ടമായിരുന്നു. പക്ഷേ ദാവീദിന് കുറ്റബോധം കിട്ടിയില്ല. കുറ്റബോധം കിട്ടി ദാഥാം പ്രവാചകൻ വന്നപ്പോൾ, പ്രവാചകൻ വന്ന് സംസാരിച്ചപ്പോൾ കുറ്റബോധം കിട്ടി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രവാചകനിൽ കൂടി സംസാരിച്ചത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് കുറ്റബോധം കിട്ടിയത്. നാഥാം പ്രവാചകൻ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറ്റബോധം കിട്ടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ആത്മാവിനായ ഭാവം നമുക്കുണ്ടെങ്കിൽ കുറ്റബോധം കിട്ടുകയില്ല. ആത്മാവിനോട് മറുതലിപ്പോ മത്സരമോ ഉണ്ടെങ്കിൽ കുറ്റബോധം കിട്ടുകയില്ല. ആത്മാവിനോട് സംശയമോ അവിശ്വാസമോ ഉണ്ടെങ്കിൽ കുറ്റബോധം കിട്ടുകയില്ല. ആത്മാവിനോട് ചേർച്ചയില്ലെങ്കിൽ കുറ്റബോധം കിട്ടുകയില്ല. ആത്മാവ് തൊടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ കണ്ടിട്ടുള്ള അനേകം കാര്യങ്ങളുണ്ട്, എൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ദൈവാത്മാവ് തൊടുന്നില്ല. ചിലർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആത്മാവ് തൊടുന്നേയില്ല. എന്താണ് കാരണം? ആത്മാവ് തൊടുന്നില്ല, ആത്മാവ് അടുക്കുന്നില്ല, ആത്മാവ് വരുന്നില്ല. എന്താണ് കാര്യം? അവർ കരയുന്നുണ്ട്, പാപങ്ങൾ പറയുന്നുണ്ട്, ഏറ്റു പറയുന്നുണ്ട്, പക്ഷേ ആത്മാവ് തൊടുന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ അടിയിൽ ആത്മാവിനോട് അവിശ്വാസം നിൽക്കുന്നു, ചില മുൻവിധികൾ നിൽക്കുന്നു, ചില മുൻ ധാരണകൾ നിൽക്കുന്നു, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിൽക്കുന്നു. മനുഷ്യനെ അവർ കാണുന്നു, ആത്മാവിനെ കാണുന്നില്ല. എന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നില്ല. എന്നോട് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് ആ ആത്മാവ് സംസാരിക്കുന്നത് ഹൃദയത്തിൽ ഏശുന്നില്ല. അതുകൊണ്ട് ആത്മാവിനെതിരായ അവിശ്വാസം ഒരിക്കലും വരാതെ നോക്കണം. ആത്മാവിനെതിരായ അവിശ്വാസം വരരുത്. ആത്മാവിനെതിരായ അവിശ്വാസം വന്നാൽ ഈ പരിശുദ്ധാത്മാവ് നമ്മെ തൊടുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കിലേക്ക് വരികയില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് കുറ്റബോധം തരികയില്ല. ആത്മാവിനുള്ള വിശ്വാസമാണ് ഏറ്റവും വലിയ കാര്യം. വിശ്വാസം. കർത്താവ് പറഞ്ഞു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു വിശ്വസിക്കേണ്ടതല്ലോ എന്ന് അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞു. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നുവെങ്കിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം കിട്ടാൻ എന്താണ് വേണ്ടത്? ദൈവം അയച്ചവൻ നിങ്ങൾ വിശ്വസിക്കണം. വിശ്വാസം കിട്ടും. വിശ്വാസം കിട്ടാൻ വേറെ കുറുക്കുവഴിയൊന്നുമില്ല. വിശ്വസിക്കുക മാത്രമേ ഉള്ളൂ. വിശ്വാസം കിട്ടാൻ വിശ്വസിക്കുക മാത്രം ചെയ്യണം. അപ്പോസ്തലന്മാർ ചെന്നു കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവ് പറഞ്ഞു, വിശ്വാസം വർദ്ധിപ്പിച്ചു തരുന്നില്ല. അങ്ങനെ വർദ്ധിപ്പിച്ചു തരേണ്ട കാര്യമല്ലത്. നിങ്ങൾ കടുകുണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് നീങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോകുമെന്ന്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം വേണം. വിശ്വാസം തരാമെന്നല്ല കർത്താവ് പറഞ്ഞത്. ഇന്ന് നമ്മുടെ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന അനേകം ആളുകൾക്ക് വന്നിരിക്കുന്ന ഒരു വലിയ അപകടം അവിശ്വാസം. ആത്മാവിന് വിശ്വാസമില്ല. മനുഷ്യനെ കാണുന്നുള്ളൂ. മനുഷ്യൻ ചില കാര്യങ്ങൾ പറയുന്നു, അത്രയേ കാണുന്നുള്ളൂ. അതിനപ്പുറത്ത് എൻ്റെ ജീവനുള്ള ദൈവനെ സ്നേഹിച്ച് എനിക്ക് കുറ്റബോധം തരികയാണെന്ന് ചിന്തിക്കാനുള്ള എളിമ കിട്ടുന്നില്ല. വലിയ അപകടമാണത്. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. എന്നെ ഈ ഭൂമിയെ സൃഷ്ടിച്ചാക്കിയ ദൈവം, എനിക്ക് വേണ്ടി തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച നിത്യനായ ദൈവം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലേക്ക് വീണ്ടെടുപ്പുവാനായിട്ട് സ്വർഗീയ സീമകൾ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം, എൻ്റെ ജീവനുള്ള ദൈവം എന്നോട് സംസാരിക്കുന്നുള്ള ചിന്തയില്ല. എൻ്റെ അകവും പുറവും കാണുന്ന ദൈവമാണ് സംസാരിക്കുന്നുള്ള ചിന്തയില്ല. എൻ്റെ ഇന്നത്തേത് മാത്രമല്ല ഭാവിയും കൂടി കാണുന്ന ദൈവമാണ് എന്നോട് സംസാരിക്കുന്നുള്ള ചിന്തയില്ല. ദൈവം സംസാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞാൽ അനേകം കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരാൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആളുടെ ജീവിത രഹസ്യങ്ങൾ വെളിപ്പെടുന്നു. എങ്ങനെ വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അറിയുകയില്ല. ഒരാളെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുടെ ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാകുന്നു. എങ്ങനെ മനസ്സിലാകും? പരിശുദ്ധാത്മാവ് പ്രവൃത്തിക്കൊണ്ട് മനസ്സിലാകും. പരിശുദ്ധാത്മാവാണ് മനസ്സിലാക്കുന്നത്. അത് പറയുമ്പോൾ ആ ആൾക്ക് മനുഷ്യനെ കാണുന്നുള്ളൂ, പറയുന്നയാളെ കാണുന്നുള്ളൂ. അതിനപ്പുറത്ത് ഉള്ളിൽ ജീവശക്തിയോടെ നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ കാണുന്നില്ല. പരിശുദ്ധാത്മാവിനുള്ള വിശ്വാസം വരണം. പരിശുദ്ധാത്മാവിനുള്ള വിശ്വാസം വന്നാൽ നമുക്ക് രക്ഷ കിട്ടും.
നാഥാൻ പ്രവാചകൻ വന്നപ്പോൾ ദാവീദിന് കുറ്റബോധം കിട്ടി. പ്രവാചകൻ പറഞ്ഞത് വിശ്വസിച്ചു, നന്നായി, അതൊരു ഭാഗ്യമാണ്. ഏതാണ്ട് 11 മാസത്തോളം കഴിഞ്ഞിട്ടാണ്, 1 വർഷത്തോളം ആയപ്പോഴാണ് ദാവീദിന് കുറ്റബോധം കിട്ടുന്നത്. നാഥാൻ പ്രവാചകൻ പറയുന്നത്, പ്രവാചകന് തരഭേദമില്ല, പ്രവാചകന് പക്ഷഭേദമില്ല, രാജാവാണല്ലോ അങ്ങനെ പറയാമെന്ന് പ്രവാചകന് ചിന്തയില്ല. ആരോട്? ഒരു മനുഷ്യനോട് പറയുന്നു, ദൈവം പറയുന്നു. പ്രവാചകന് സ്വന്തമായിട്ട് അഭിപ്രായമില്ല, സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്നാലേ പ്രവാചകൻ പറയുകയുള്ളൂ. നാഥാൻ പ്രവാചകൻ സംസാരിച്ചു, ദാവീദിന് കുറ്റബോധം കിട്ടി. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ ഇന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ, പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ, എൻ്റെ അകത്തെ സ്ഥിതി എനിക്ക് കാണിച്ചു തരണമേ, ഞാൻ ആര് എന്തെനിക്ക് കാണിച്ചു തരണമേ, ഞാൻ എന്തുള്ളൂ എനിക്ക് കാണിച്ചു തരണമേ. ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് പ്രാർത്ഥിക്കുകയും ഒരുപക്ഷെ സാക്ഷ്യം പറയുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അവർ ജോലി സ്ഥലത്ത് വരുമ്പോൾ ജോലിയിൽ അലസരായിരിക്കും, ജോലിയിൽ ഉഴപ്പന്മാരായിരിക്കും. അത് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചാൽ അപ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഞാൻ നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് അവരുടെ വിചാരം. നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, വചനപ്രകാരം ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഉയർച്ച കിട്ടും, നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി കിട്ടും. പക്ഷേ പലപ്പോഴും പറ്റുന്നത് ആത്മാവിനെ കാണാതെ മനുഷ്യനെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറ്റബോധം വരികയില്ല, ജോലി ചെയ്യുന്നതിൽ അലസത വന്നു പോകുന്നു. ദൈവം അത് കാണുന്നുണ്ടെന്ന് അറിയുന്നില്ല. എല്ലാം കാണും ദൈവം, എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ അവസ്ഥ കാണുന്നെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹൃദയം കാണുന്ന, ഹൃദയ രഹസ്യങ്ങൾ കാണുന്ന ദൈവം, എന്നെ കാണുന്ന ദൈവം, ദൈവത്തിന് സ്തോത്രം, എന്നെ കാണുന്ന ദൈവം. എൻ്റെ ദൈവമേ, നീ എന്നെ കാണുന്നു, എല്ലാം നീ അറിയുന്നു, നിനക്കൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അറിയുന്നു, ഞാൻ ഉണർന്നിരുന്നാൽ ഉറങ്ങിയാൽ നീ എന്നെ കാണുന്നു. കർത്താവേ, എൻ്റെ നാവിലെ വാക്കുകളൊക്കെ നീ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ അറിയാതെ ഒരു വാക്കിന് നാവിന്മേലില്ല. എൻ്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു, എല്ലാം നീ അറിയുന്നു. ആ ജീവനുള്ള ദൈവമാണ് ഈ ഒരു മനുഷ്യനിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതെന്ന് പലപ്പോഴും അറിയുന്നില്ല, വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കിട്ടേണ്ടതായ അനുഗ്രഹം നമുക്ക് കിട്ടാതെ പോകുന്നു. കിട്ടേണ്ടതായ അനുഗ്രഹം എന്താണ്? പാവബോധം കിട്ടുന്നു, നിത്യജീവൻ കിട്ടുന്നു, അത് കിട്ടാതെ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരവസരത്തിൽ ഞാൻ ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടി ഇവിടെ നിന്ന് ഒരു 10-20 മൈലുണ്ടെന്ന് തോന്നുന്നു, ഒരു സ്ഥലത്ത് ഒരു പകൽ സമയത്ത് ഞാൻ പോയി. ഒരേ ഒരു ലക്ഷ്യം, കൂട്ടായ്മയിൽ എഴുന്ന ഒരാളോട് സംസാരിക്കാനാണ് പോയത്. ദൈവത്തിന് സ്തോത്രം. സംസാരിക്കാനായിട്ട് പോയി. അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഞാൻ ചില കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. പക്ഷേ അദ്ദേഹം ദൈവാത്മാവ് പറഞ്ഞതാണെന്ന് വിശ്വസിച്ചില്ല. ദൈവാത്മാവ് പറഞ്ഞതാണെന്ന് വിശ്വസിച്ചില്ല. അദ്ദേഹത്തിന് വലിയൊരു കെടുതിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവിനെ പറഞ്ഞു വിട്ടത്. വലിയൊരു നഷ്ടത്തിൽ നിന്നും കഷ്ടത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവിനെ പറഞ്ഞു വിട്ടത്. എനിക്കതറിയാമായിരുന്നു. കാരണം കർത്താവ് പറഞ്ഞു വിട്ടുകൊണ്ടാണ് ഞാൻ പോയത്, അല്ലാതെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല പോയത്. പക്ഷേ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് സ്വീകാര്യമായില്ല. സ്വീകാര്യമാണെന്നുള്ള ഭാവിച്ചു, പറയുകയൊക്കെ ചെയ്തു, കാണിച്ചു, ഭാവിച്ചു. പക്ഷേ അദ്ദേഹം അനുസരിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന കാര്യമൊന്നും പറയുന്നില്ല, ആരാണെന്ന് പറയുന്നില്ല, അവന് പറഞ്ഞത് അനുസരിച്ചില്ല. അതിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ ഇന്ന് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈപ്പേറിയ അനുഭവങ്ങൾ. കാരണം ദൈവാത്മാവ് അദ്ദേഹത്തിന് വരാൻ പോകുന്ന അപകടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സാധുവായ മനുഷ്യനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്. അദ്ദേഹത്തിന് വരാൻ പോകുന്ന അപകടം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് എങ്ങനെയും രക്ഷിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞു വിട്ടതാണ്. പക്ഷേ അദ്ദേഹത്തിനത് രുചികരമായില്ല, തൃപ്തിയായില്ല. ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഭാവിച്ചൊന്നുമില്ല. വളരെ വിനയപൂർവ്വം കേട്ടുകൊണ്ടൊക്കെ ഇരുന്നു. അങ്ങനെയാകട്ടെ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ആളനുസരിച്ചില്ല. നോക്കൂ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനും പിന്നിൽ പരിശുദ്ധാത്മാവ്, നിത്യനായ ദൈവമുണ്ട്. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യും. കർത്താവേ, ഞാൻ ആത്മാവിന് വിനയപ്പെട്ടുകൊള്ളാം, ഞാൻ ആത്മാവിനെ വിശ്വസിച്ച് വിനയപ്പെട്ടുകൊള്ളാം, ആത്മാവിനോട് ചേർന്ന് നിന്നുകൊള്ളാം. ദാവീദിന് കുറ്റബോധം കിട്ടിയതുപോലെ കർത്താവേ, എനിക്ക് കുറ്റബോധം തരണമേ. പരിശുദ്ധാത്മാവേ, നീ എന്നോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ, നീ എൻ്റെ ഉള്ളത്തിലേക്ക് ഇടിച്ചിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് തീയായി ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, നീ എൻ്റെ ഉള്ളത്തിലേക്ക് ജീവജലമായി സമൃദ്ധിയായി ഒഴുകി വരണമേ. പരിശുദ്ധാത്മാവേ, നീ എൻ്റെ ജീവിതത്തിൽ സമൂലമായി മാറ്റം വരുത്തി തരണമേ. പരിശുദ്ധാത്മാവേ, നീ എനിക്ക് സമ്പൂർണ്ണമായൊരു രൂപാന്തരം വരുത്തി തരണമേ. പരിശുദ്ധാത്മാവേ, നീ എന്നിൽ പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവേ, എനിക്ക് കുറ്റബോധം തരണമേ. നീ കാണിച്ചു തരുന്നത് ഞാൻ അതുപോലെ അനുസരിച്ചുകൊള്ളാം. പരിശുദ്ധാത്മാവിനുള്ള വിധേയത്വം വരണം, പരിശുദ്ധാത്മാവിനുള്ള അനുസരണം വരണം. അപ്പോൾ അത്ഭുതകരമായ വിജയം നമുക്ക് ദിനം ലഭിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടതാണ്. ഞാൻ ആത്മാവിനെ അവിശ്വസിക്കുകയില്ല, പരിശുദ്ധാത്മാവിനെ അവിശ്വസിക്കുകയില്ല. എനിക്ക് പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി സ്വീകരിച്ച്, പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി അനുസരിച്ച്, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ഞാൻ കർത്താവെ എളിമയോടെ നിന്നുകൊള്ളാം. അപ്പോഴുണ്ട് പടിപടിയായി നിങ്ങൾ ഉയരുന്നത്, പടിപടിയായി നിങ്ങൾ അഭിവൃദ്ധിപ്പെടുന്നത്, പടിപടിയായി നിങ്ങൾ ഉയർച്ചയിലേക്ക് വളർന്നു വരുന്നപ്പോൾ കാണാം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക.
നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, പരിശുദ്ധാത്മാവിനുള്ളതായ ദാഹം ഞങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും ആത്മാവിൻ്റെ കൃപയിലും കരുണയിലും നിറച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് നടന്നു വരുവാൻ എല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ ഒരു വഴി ഞങ്ങൾ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.